ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾ കൊളംബോയിലെത്തിയിരിക്കുകയാണ്. ശ്രീലങ്കയിലെ പല്ലേക്കലിയിൽ ഇപ്പോൾ നടന്നുവരുന്ന T20 പരമ്പരയിൽ കളിക്കുന്ന താരങ്ങളിൽ 6 പേർ ഒഴികെയുള്ളവരും കൊളംബോയിൽ ഏകദിനത്തിനൊപ്പം ചേരും. T20 പരമ്പരയിലെ അവസാന മത്സരം ഇന്നാണ് നടക്കുന്നത്. ഇതിനുശേഷം ഏകദിന ടീമിൽ ഉൾപ്പെടാത്ത T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, സഞ്ജു സാംസൺ തുടങ്ങിയവർ ഇന്ത്യയിലേക്ക് മടങ്ങും. T20 ഏകദിന പരമ്പരകളിൽ 3 വീതം മത്സരങ്ങളാണുള്ളത്. T20 പരമ്പര 2-0 ഇതിനകം ഇന്ത്യ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യ ഏകദിന മത്സരം ഓഗസ്റ്റ് 2-നാണ് നടക്കാൻ പോകുന്നത്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി തുടങ്ങിയവരാണ് കൊളംബോയിൽ വാഹനമിറങ്ങിയിട്ടുള്ളത്. 2024-ൽ രോഹിത് ഇതുവരെ ഏകദിന മത്സരത്തിൽ കളിച്ചിട്ടില്ല. രോഹിത്താണ് ഏകദിന ടീമിന്റെ നായകൻ. എന്നാൽ പരിശീലന സെഷനിൽ പങ്കെടുക്കാൻ രോഹിത്തും മറ്റ് താരങ്ങളും വിസമ്മതിക്കുകയായിരുന്നു. സ്റ്റേഡിയത്തിൽ മഴ പെയ്തതിനെ തുടർന്ന് പിച്ചിന്റെ മോശം അവസ്ഥ പരിഗണിച്ചാണ് പിന്മാറ്റം. കളിക്കാർ പ്രാക്ടീസ് സെഷന് സ്റ്റേഡിയത്തിൽ എത്തിയതിനു ശേഷമാണ് മഴ പെയ്തത്. ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനത്തിനുള്ള അസിസ്റ്റന്റ് കോച്ചായ അഭിഷേക് നായർ കൊളംബോയിൽ ഏകദിന ടീമിനൊപ്പം ചേർന്നിട്ടുണ്ട്. 3ാം T20 മത്സരത്തിന് അഭിഷേക് ടീമിനൊപ്പം ഉണ്ടാവില്ല. ഹെഡ് കോച്ച് ഗൗതം ഗംഭീറും മറ്റ് കോച്ചിംഗ് സ്റ്റാഫുകളും T20 ടീമിനൊപ്പമുണ്ട്. പല്ലേക്കലിലെ അവസാന T20 മാച്ചിന് ശേഷം ഇവർ നാളെ കൊളംബോയിലെത്തും. സൂര്യകുമാർ യാദവിനും സഞ്ജുവിനും പുറമെ യശസ്വി ജയ്സ്വാൾ, ഹർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, ഡെബി ബിഷ്ണോയ് എന്നിവരും ഏകദിന ടീമിലില്ല. ഹർദിക്കിന് വിശ്രമം അനുവദിക്കുന്നതിന് അദ്ദേഹത്തിന്റെ താൽപര്യപ്രകാരം ടീമിൽ ഉൾപ്പെടുത്താതിരുന്നതാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. 2023 ഏകദിന ലോകകപ്പിന് ശേഷം രോഹിത്തും കോഹ്ലിയും ഏകദിന മത്സരങ്ങളിൽ കളിച്ചിട്ടേയില്ല. മുതിർന്ന താരങ്ങളായ ഇരുവരും വിശ്രമത്തിനായി ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. T20 ലോകകപ്പ് നടക്കുന്നതിനാൽ ഈ വർഷം ഇന്ത്യക്ക് ഏകദിന മത്സരങ്ങൾ ഉണ്ടായിരുന്നില്ല. 2025-ൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത് തന്നെയായിരിക്കും ഇന്ത്യയെ നയിക്കുകയെന്ന് BCCI ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. T20-ൽ നിന്ന് വിരമിച്ചെങ്കിലും ഏതാനും വർഷം കൂടി ക്രിക്കറ്റിൽ തുടരുമെന്ന് രോഹിത് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. 2027 ലോകകപ്പ് വരെ രോഹിത് കളിച്ചേക്കും.